ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് വെറും 2-3 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുത്ത ഇടിയപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ എടുക്കാവുന്നതാണ്. ഈ അരിപ്പൊടി ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അരിപ്പൊടി എടുത്തിരിക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ടോട്ടൽ ഇതിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ഒഴിക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അരിപ്പൊടി മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കും. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ബൗളിലേക്ക് ഞാനിത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ച് അതും കൂടി ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് മാവിരിക്കേണ്ടത്. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാണ്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ്. പകരം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇനി വേണ്ടത് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കറിവേപ്പില അരിഞ്ഞതാണ്. ഇതും 1-1.5 ടേബിൾ സ്പൂണോളം ചേർക്കാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ ഉപ്പ് കറക്റ്റാണ്, അതുകൊണ്ട് ഇനി ഞാൻ വേറെ ചേർക്കുന്നൊന്നുമില്ല. ഇതുപോലെ നല്ല ലൂസായിട്ടാണ് മാവിരിക്കേണ്ടത്. വല്ലാതെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിനും കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാനൊരു ദോശപ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല പോലെ ചൂടായതിന് ശേഷം വേണം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ നീർദോശയ്ക്കൊക്കെ ഒഴിക്കില്ലേ, അതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഈ സമയത്ത് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്